സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ആ സ്റ്റേജിൽ കിടക്കുന്ന മേശ മാറ്റിവെക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ. ഞാൻ എന്നും സാധാരണക്കാരെ പോലെ സാധാരണക്കാരനായി നിങ്ങളുടെ മകനായും ജ്യേഷ്ഠനായും ഒക്കെ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് തീർന്നില്ല. ഒരു സാധാരണക്കാരനെ പോലെ തന്നെ അദ്ദേഹം ചെയ്തതാണത്. നമുക്കുണ്ടായിരുന്നൊരു മുഖ്യമന്ത്രി അല്ലേ, മൈക്കിനെന്തോ തകരാറ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളിയെ കണ്ണുരുട്ടി പേടിപ്പിച്ച ഒരു മുഖ്യമന്ത്രി. അതാണ് ഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ആ ജനതയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു, സാധാരണക്കാരനെ പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിയെടുക്കുമെന്നുള്ളത്. അതാണ് ബോധ്യം. ഞാൻ പണിയെടുക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ നിങ്ങളുടെ വേലക്കാരനാണ് എന്ന ബോധം. ആ ബോധമാണ് ഇവിടെയുള്ള ഓരോ മുഖ്യമന്ത്രിക്കും, ഈ പ്രധാനമന്ത്രിക്ക് പോലും വേണ്ടത്. ഞാൻ നിങ്ങളുടെ പണിക്കാരനാണ് എന്നുള്ളത്. ഞങ്ങൾ നിങ്ങൾ അധികാരത്തിലേറ്റിയിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനാണ് എന്നുള്ളത്. വിജയ് കൃത്യമായി അത് കാണിച്ചു തരുന്നു. ആ മേശ മാറ്റുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഗവർണറും രാഹുൽ ഗഡിയുമൊക്കെ ഹട്ടം നോക്കി നിൽക്കുകയാണ്. അതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അഭിപ്രായം രേഖപ്പെടുത്തുക.